ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസവും ഇട്ട വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് വാൽമീകിയുടെ കഥയും വാൽമീകി എഴുതിയ ആദ്യത്തെ ശ്ലോകം 2ാമത്തെ അധ്യായമായിട്ടും പിന്നെ ദശരഥൻ്റെ വിവാഹവും, ഈ 3 വീഡിയോകളും കണ്ട് എന്ന് വിചാരിക്കുന്നു. കണ്ടില്ലെങ്കിൽ കാണുക. പിന്നെ ഏകാദശിയുടെ വീഡിയോയും ഇട്ടിട്ടുണ്ട്. ഇനി മുതൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് 9 മണിക്കും ഇടയ്ക്കായിട്ട് നമ്മൾ വീഡിയോ ഇടും. ഏകാദശിയുടെ വീഡിയോകളും ഇടും, അതുപോലെ മറ്റ് പ്രത്യേകതകളുള്ള വീഡിയോകളും ഇടും. പിന്നെ രാമായണത്തിൻ്റെ കഥകൾ ചിലപ്പോൾ 2 or 3 വീഡിയോ ആയിരിക്കും നമ്മൾ ഇടുന്നത്. കാരണം വീഡിയോയുടെ ദൈർഘ്യമനുസരിച്ചിട്ട് പലർക്കും കിട്ടുന്നില്ല നമ്മുടെ വീഡിയോസ്. അതിന് കാരണം ചിലപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും തകരാറായിരിക്കാം, നോട്ടിഫിക്കേഷൻ വരാത്തതിൻ്റെ. അതുകൊണ്ട് കാണുന്നവരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്ത് ഓൾ എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തണം. അത് പറയാത്തതിന് കാരണം ഇപ്പോൾ എല്ലാവർക്കും അത് അറിയാവും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഫേസ്ബുക്ക് ഉണ്ട്. ഞാനൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങുന്നുണ്ട്. ഹരേ മാധവം എന്നാണ് ആ ഫേസ്ബുക്കിൻ്റെ പേര്. ഫേസ്ബുക്ക് പേജാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ആ ലിങ്കിൽ കയറി ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അന്നുള്ള വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇന്ന് നമ്മൾ പറയുന്ന കഥ ദശരഥ മഹാരാജാവിന് മുനിയുടെ ശാപം ലഭിച്ച കഥയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ്. കാരണം ഈ ശാപം മൂലമാണ് പിന്നീട് മുന്നോട്ടുണ്ടായ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ദശരഥ മഹാരാജാവ് രാജ്യം ഭരിക്കുകയായിരുന്നു 3 ഭാര്യമാരോട് കൂടി. അതുകൂടാതെ അദ്ദേഹം ധാരാളം വിവാഹം കഴിച്ചുവെന്നാണ് പറയുന്നത്. രാമായണത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് വിവാഹം കഴിച്ചിരുന്നു. ഒരു മകളൊക്കെ അദ്ദേഹത്തിന് മറ്റൊരു ഭാര്യയിലുണ്ടായിരുന്നുവെന്നുമൊക്കെ പറയുന്നുണ്ട്. ഭാർഗവ രാജ്യത്തിലെ ഒരു കന്യക ദശരഥ പത്നിയായി വന്നു. ആ രാജ്ഞിയിൽ ഒരു പെൺകുട്ടി ഉണ്ടായി എന്നുമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പുത്രന്മാർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അതുകൊണ്ട് തന്നെ അതീവ ദുഃഖിതനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ നായാട്ടിനായിട്ട് കാട്ടിലേക്ക് എത്തുകയാണ്. 100 കണക്കിന് കുതിരകളുമായി വനത്തിൽ അദ്ദേഹം എത്തി. മൃഗങ്ങളെ തേടി വനത്തിലൂടെ അദ്ദേഹം നടന്നു. മൃഗങ്ങളെ ഒന്നും തന്നെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം ക്ഷീണിച്ച് ഒരു മരച്ചുവട്ടിലിരുന്നു. സമീപത്ത് ദിവ്യമായ ഒരു സരോവരമുണ്ടായിരുന്നു. അവിടെ ശ്രവണൻ എന്ന് പറഞ്ഞ ഒരു മുനികുമാരൻ പൊയ്കയിൽ ജലമെടുക്കാനായി വന്നിരുന്നു. ഈ ശ്രവണൻ്റെ മാതാപിതാക്കൾ അന്ധരായിരുന്നു. ഈ ശ്രവണ മുനികുമാരൻ തൻ്റെ കുടത്തിലേക്ക് വെള്ളം എടുത്തുകൊണ്ടിരുന്നപ്പോൾ കുടത്തിലേക്ക് വെള്ളം കയറുന്ന ബക് ബക് എന്ന ശബ്ദം ദശരഥ മഹാരാജാവ് കേൾക്കുകയാണ്. ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുകയാണെന്ന് വിചാരിച്ചു. സരോവരത്തിൽ ശബ്ദം കേട്ട ഭാഗം മരങ്ങളുടെ മറവിലാണ്. വില്ലിൽ ശരം തൊടുത്തു. ശബ്ദഭേദി ബാണം മുനികുമാരനുമേൽ വന്നുകൊണ്ടു. അമ്പേറ്റ് മുനികുമാരൻ പിടഞ്ഞു. എയ്തു വീഴിച്ച മൃഗത്തെ കാണാൻ ദശരഥ മഹാരാജാവ് അവിടേക്ക് എത്തുകയാണ്. മൃഗമല്ല, മുനികുമാരനാണ് അവിടെ അമ്പു കൊണ്ടത് എന്നോർത്ത് അതീവ ഭീതിമാനായി ദശരഥ മഹാരാജാവ്. അദ്ദേഹം പശ്ചാത്താപത്തോടുകൂടി ആ മുനികുമാരൻ്റെ ശിരസിൽ കൈ ചേർത്ത് പിടിച്ചു. ദശരഥൻ്റെ മുഖം കണ്ട് മുനികുമാരൻ പറഞ്ഞു, ഞാൻ ശപിക്കുന്നില്ല അങ്ങയെ. ശപിച്ചിട്ട് ആർക്കെന്തു കിട്ടാൻ? ഇത് ശിരോലിഖിതമാണ്, മാറ്റാനാവില്ല. ഞാൻ പൂർവജന്മത്തിൽ രാജകുമാരനായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത പക്ഷികളെ ഞാൻ എയ്തു വീഴ്ത്തിയിട്ടുണ്ട്. ഒരു പ്രാവും അതിൻ്റെ ഇണയും മരക്കൊമ്പിലിരിക്കുകയായിരുന്നു. പ്രാവിനെ ഞാൻ അമ്പെയ്തു കൊന്നു. മൃത്യുകാലത്തിൽ അതെന്നെ ശപിച്ചു. അടുത്ത ജന്മം നീ ഈ വേദന അറിയും. ആ ശാപം വ്യർത്ഥമായില്ല. താങ്കളുടെ ബാണത്താൽ ഞാൻ മരിച്ചു. എന്നെ എന്തിനാണ് എയ്തു കൊന്നത്? വലിയ തെറ്റായിപ്പോയി. അന്ധരായ എൻ്റെ അച്ഛനും അമ്മയും ത്രിഫലവനത്തിലുണ്ട്. മരണകാലത്ത് അവരെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദനയാണ് എനിക്കുള്ളത്. എൻ്റെ മരണത്തോടെ അവരും മരിക്കും. ഫലവും ജലവും കൊടുത്ത്
ആരാണിനി അവരുടെ വിശപ്പും ദാഹവും തീർക്കുക? പട്ടിണി കിടന്ന് പുത്രദുഃഖത്തോടുകൂടി അവർ മരിക്കും. ഇത് താങ്കൾ ചെയ്ത മഹാപാതകമാണ്. ഈ പാപത്തിന് പരിഹാരമില്ല. എന്നെ എത്രയും വേഗം എൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലൂ. അതേ ചെയ്യാനാവുകയുള്ളൂ. മരണസമയത്ത് മുനികുമാരൻ നാരായണ എന്ന് വിളിച്ചു. ആ മുഖം ചുവന്നു തുടുത്തു. ദശരഥൻ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ആ മുനികുമാരൻ്റെ മാറിടത്തിൽ നിന്നും അമ്പ് ഊരിയെടുത്തു. രാജാവ് വിചാരിച്ചു, മൃഗത്തിനെ ഹനിക്കാൻ വന്ന ഞാൻ മുനിയെയാണല്ലോ ഹനിച്ചത്. മുനികുമാരൻ്റെ മൃതദേഹവും തോളിലേറ്റിക്കൊണ്ട് തേങ്ങിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം ആ വനത്തിലേക്ക്, തപോവനത്തിലേക്ക് എത്തി. അവിടെ മുനിപത്നി പറയുകയാണ് തൻ്റെ ഭർത്താവിനോട്, നാഥ, എന്തോ ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ടല്ലോ, നമ്മുടെ പുത്രൻ എന്താണ് ഇങ്ങനെ താമസിക്കുന്നത്? ഉടനെ മുനി സമാധാനിപ്പിക്കുകയാണ്, എല്ലാ ദിവസവും ഫലവും ചെലവും തൊട്ടടുത്ത് നിന്ന് തന്നെ കിട്ടുമോ? അവന് അകലേക്ക് പോകേണ്ടി വന്ന് കാണും, അതാണ് ഇത്ര താമസിക്കുന്നത് എന്ന് പറയുന്നു. ഇത് കേട്ടുകൊണ്ടാണ് മൃതദേഹവും തോളിലേറ്റിക്കൊണ്ട് രാജാവ് അങ്ങോട്ടേക്ക് ചെന്നത്. ശ്രീഫല വൃക്ഷത്തിൻ്റെ ഉണങ്ങിയ ഇലകളിൽ ചവിട്ടുന്ന ശബ്ദം കേട്ട് ആ അന്ധനായ മുനി പറയുകയാണ്, ഇതാ നമ്മുടെ മകൻ വന്നല്ലോ, വരൂ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും എഴുന്നേറ്റു നീങ്ങി. ഇന്നലെ മുതൽ ഉപവാസമല്ലേ മകനെ, ജലവും ഫലവും തരൂ, ജീവൻ നിലനിൽക്കണ്ടേ. ഇതും കൂടെ കേട്ടപ്പോൾ ദശരഥ മഹാരാജാവ് ഭയന്നു വിറച്ചു. അന്ധരായ അവരെ കണ്ടപ്പോൾ രാജാവിന് സന്ദേഹമായി. അന്ധകമുനി പറഞ്ഞതുപോലെ അച്ഛനും അമ്മയും ഒരുമിച്ച് ഉപവാസം ഇരുന്നത് കൊണ്ടാകാം ധ്യാനദൃഷ്ടി കൊണ്ട് ആ മുനിക്ക് കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് മനസ്സിലായി. വന്നു നിൽക്കുന്നത് തങ്ങളുടെ മകനല്ല. ഇതു കേട്ട് കണ്ണീരോടുകൂടി ശിരസിലടിച്ചുകൊണ്ട് ആ മഹാമുനി പറയുകയാണ്, നമ്മുടെ മകൻ മരിച്ചുപോയി. അദ്ദേഹത്തെ കൊന്നത്, നമ്മുടെ മകനെ കൊന്നത് ദശരഥ മഹാരാജാവാണ്. മകൻ്റെ മൃതദേഹവും കൊണ്ടുവന്നിരിക്കുകയാണ്. രാജാവേ, അങ്ങയെ ഞാൻ ശപിക്കുകയാണ്. ഇതുപോലെ പുത്രശോകത്തോടുകൂടി നിങ്ങളും മരിക്കാനിടവരും. ഞങ്ങൾ രണ്ടാളും പുത്രശോകത്താൽ സഹിക്കുന്ന വേദന നിങ്ങളും അറിയാനിടവരും. ഇതു കേട്ട് ദശരഥ മഹാരാജാവിന് ദുഃഖമല്ല തോന്നിയത്, വലിയ സന്തോഷമാണ്. അതിന് കാരണം അദ്ദേഹം പറയുകയാണ്, അങ്ങയുടെ ഈ ശാപം എനിക്ക് അനുഗ്രഹമാണ്. ഇതൊരു ശുഭമന്ത്രമാണ്. ഞാൻ പുത്രമുഖം കണ്ടുകൊണ്ട് ജീവൻ വെടിയുമല്ലോ. മാമുനെ, അങ്ങ് വിഷ്ണുവിനെ പോലെ തന്നെയാണ്. അങ്ങയുടെ വാക്ക് സത്യമായിരിക്കും. ഈ ശാപം കൊണ്ട് എൻ്റെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു. എനിക്കിത് ശാപമല്ല, അനുഗ്രഹമാണ്. ധ്യാനദൃഷ്ടിയിൽ ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നാരായണൻ ജനിക്കുമെന്ന് ആ അന്ധനായ മുനി മനസ്സിലാക്കിയിരുന്നു. എന്നിട്ട് അദ്ദേഹം രാജാവിനോട് പറയുകയാണ്, രാജാവേ പൊയ്ക്കൊള്ളുക. നാരായണൻ 4 പുത്രന്മാരായി അങ്ങയുടെ ഭവനത്തിൽ ജനിക്കും. എൻ്റെ ശാപം നിമിത്തം പുത്രശോകത്താൽ അങ്ങ് മരിക്കും എന്ന് അന്ധകൻ, ആ അന്ധനായ മുനി പറയുകയാണ്. ഈ ശാപത്തെ അനുഗ്രഹമായിട്ടാണ് ദശരഥ മഹാരാജാവ് ശ്രവിച്ചത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചു തന്നെ മതിയാകൂ. അദ്ദേഹം ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് അദ്ദേഹത്തിന് പുത്രശോകത്താൽ മരിക്കേണ്ടി വന്നത്. പക്ഷേ ഈ ശാപം കിട്ടിയ സമയത്ത് ഒരു പുത്രനുണ്ടായി കാണാൻ അതിയായി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ദശരഥ മഹാരാജാവ്. അതുകൊണ്ട് തന്നെ ഈ മുനിയുടെ ശാപം അദ്ദേഹത്തിന് അമൃതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് പതിച്ചത്. ഇനി നമുക്ക് അടുത്ത കഥയായി കൈകേയിക്ക് ദശരഥ മഹാരാജാവ് കൊടുത്ത വരത്തെ പറ്റി പഠിക്കാം. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇന്ന് തന്നെ ആ വീഡിയോയും കൂടെ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഏകാദശിയുടെ പാരണാ സമയവും എല്ലാവരും ഏകാദശി എടുക്കണം. അത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. പറ്റുന്നതുപോലെ എടുക്കുക. ആ വീഡിയോയും ഇടുന്നുണ്ട്, രണ്ടും കാണണം. അതുപോലെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യണം. എല്ലാ വീഡിയോസും കാണണം. നമ്മൾ ഇതിലൂടെ പ്രധാനപ്പെട്ട കഥകളും
രാമായണത്തിലെ കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തുകയാണ്. രാമായണം നമ്മൾ മുഴുവൻ കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജനനം നാളെ നമ്മൾ പറയും, യാഗവും ജനനവും, പിന്നീട് അങ്ങോട്ടുള്ള യാത്രകളുമാണ് ഇനിയൊരു മാസം. എല്ലാവരും കൂടെ ഉണ്ടാകണം, എല്ലാവരും പ്രാർത്ഥിക്കണം, നാമം ചൊല്ലണം, അഭിപ്രായങ്ങൾ പറയണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.